ഈയിടെ 2 സ്ത്രീകൾ ഇവിടെ മറിഞ്ഞു വീഴുകയും ചെയ്തു. സ്കൂട്ടർ നടന്നു വന്നവരാണ് കുഴിയിൽ തട്ടി വീണ്. പൊതുമരാമത്താണോ അതോ മുനിസിപ്പാലിറ്റി ആണോ എന്നുള്ളൊരു തർക്കത്തിൽ ഇപ്പോഴും കിടക്കുക. ആരോട് പറയാനുണ്ട്? ഞങ്ങൾക്കൊരു സംഘടനയില്ല ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട്. നമുക്ക് ടി ബി റോഡും ലിങ്ക് റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ടാറിങ് ഉടനെ ഇല്ല, അത് പിന്നീട് ഉള്ളെന്നൊക്കെ ഒരു ഇപ്പൊ ഈ ഒരു 18 വർഷമായിട്ട് റോഡ് ടാർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ റോഡ് ഇപ്പോൾ 18 വർഷമായി ഇത് ടാർ ചെയ്തിട്ട് ടാറെല്ലാം പൊളിഞ്ഞ് ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം ഞങ്ങളൊരു 10-30 വണ്ടിക്കാരിവിടെ ഉണ്ട്. അതുകൂടാതെ 10-35 കടയുണ്ട് ഇവിടെ. ഈ കടകളിൽ ആൾക്കാർ വന്ന് സാധനം വാങ്ങിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഈ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ കാരണം കടകളിൽ പോലും ആൾ വരുന്നില്ല. ഞങ്ങളെ ഈ വണ്ടിക്കുള്ള ഓട്ടം പോലും വിളിക്കാൻ ആൾക്കാർ ഇവിടെ വരുന്നില്ല. എന്നാൽ ഈ അധികാരപ്പെട്ടവരൊക്കെ അത് കണ്ണടയ്ക്കുന്ന ഒരു രീതിയാണ്. ഇത് പൊതുമരാമത്താണോ അതോ മുനിസിപ്പാലിറ്റി ആണോ എന്നുള്ളൊരു തർക്കത്തിൽ ഇപ്പോഴും കിടക്കുക. പക്ഷേ ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ മനുഷ്യർക്ക് സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ ആലഭാവം കാണിക്കുമ്പോൾ നമുക്ക് ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആരോട് പറയാനുണ്ട്? ഞങ്ങൾക്കൊരു സംഘടനയില്ല ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട്. നമുക്കൊരു സംഘടന യൂണിയനോ ഒന്നുമില്ല. പിന്നെ പത്രങ്ങളിൽ കൊടുക്കുക, അതുപോലെ മാധ്യമങ്ങളിലൊക്കെ കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇതെങ്ങനെയും ഇതൊന്ന് ടാർ ചെയ്ത് കിട്ടിയാൽ എല്ലാവർക്കും ഉപകാരമുണ്ട്. എന്നെ പോലുള്ള വണ്ടിക്കാർക്ക് തന്നെയല്ല, ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു 35 കടക്കാരുണ്ട്, അവർക്കൊക്കെ ഇതുകൊണ്ട് ആശ്വാസമായിരിക്കും. ഇപ്പൊ ഈ ഒരു 18 വർഷമായിട്ട് റോഡ് ടാർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിലൂടെ ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു, തെക്കോട്ടൊക്കെ പോകുന്ന ബസ്സുകൾ. ആ ബസ് പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇത്രയും തിരക്കില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ കുഴി, ഇവിടുത്തെ കുഴി ഉണ്ടായിരുന്നു നിങ്ങൾ, ആ കുഴി ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു ലൈൻ അവിടെ കിടപ്പുണ്ട്. അത് പൊട്ടിയിട്ട് ആ ലൈൻ നന്നാക്കാനായിട്ട് ഇവർ കുഴിച്ചു. അന്ന് ലൈൻ ബ്ലോക്ക് ചെയ്തു. അത് കുഴിച്ച് അതിന് ശേഷമാണ് അവിടെ വണ്ടി വന്ന് സ്ലോ ചെയ്യും. വലിയ വണ്ടിയൊക്കെ ഈ 10 വീലും 18 വീലിൻ്റെ ഒക്കെ വണ്ടി വരും. സ്ലോ ചെയ്യുമ്പം ടാറ് ഇളകുകയും ഈ മെറ്റൽ ഇളകുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ കുഴി ഇത്രയും വലുതായത്. പക്ഷേ ഏത് വിധത്തിൽ കുഴി ആയെങ്കിലും അതൊന്നും നന്നാക്കേണ്ട ഒരു ചുമതല സർക്കാരിനുള്ളതല്ലേ. അതേ ഉള്ളൂ ഞങ്ങൾക്ക് ആവശ്യം. റോഡിപ്പം ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ റോഡ് ടാർ ചെയ്തിട്ട് ഏതാണ്ടൊരു 18 വർഷത്തോളമായി റോഡ് ടാർ ചെയ്തിട്ട്. എന്നിട്ട് ബി ഗോപകുമാർ ചെയർമാൻ ഇരുന്ന സമയത്താണ് ഈ റോഡ് ടാർ ചെയ്തിരിക്കുന്നത്. ഇത് അതീവ ഭയങ്കരമായിട്ടുള്ള കുഴികളാണ് ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഈ അവസ്ഥയിലായിട്ട് തന്നെ ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ടുണ്ട് ഈ കുഴിയായിട്ട് പോയി കിടക്കാൻ തുടങ്ങിയിട്ട്. അതിപ്പോൾ അവർ പറയുന്നത് ഇവിടെ ഇവർ തമ്മിലുള്ള തർക്കം കൊണ്ടാണെന്നാണ്. പക്ഷേ PWD മുനിസിപ്പാലിറ്റിയും തമ്മിൽ തർക്കം വന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാ ടാർ ചെയ്യേണ്ടെന്നൊരു സംശയം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാര്. മുനിസിപ്പാലിറ്റി ഞാൻ കഴിഞ്ഞ ദിവസം കൗൺസിലൊക്കെ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പം അവർ പറഞ്ഞത് മാർച്ചിൽ ഇതൊക്കെ ടാർ ചെയ്യാമെന്ന. പിന്നെ കൗൺസിൽ നമ്മളെ ഇപ്പോഴത്തെ കൗൺസിലും അത്ര പോരാ. അവർ സംസാരിക്കും, ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു രീതി അല്ല. ഞാൻ വിളിച്ചപ്പോൾ അവർ ഉടനെ ഇല്ല, ടാറിങ് ഉടനെ ഇല്ല, അത് പിന്നീടേ ഉള്ളെന്നൊക്കെ ഒരു സാധാരണ രാഷ്ട്രീയക്കാർക്ക് ഒരു എപ്പോഴും ഉണ്ടല്ലോ ഒരു നയം ഉണ്ടല്ലോ, അത് ചെയ്യും കേട്ടോ എന്നുള്ള മനോഭാവത്തോടെ അത് നമുക്ക് ഉടനെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഇത് അങ്ങനല്ല. ഒരു എന്താണെന്ന് രാഷ്ട്രീയമാണോ അതോ അറിവില്ലായ്മയാണോ എന്താണെന്ന് അറിയത്തില്ല, ആ രീതിയിലാണ് സംസാരിക്കുന്നത്. പ്രധാനപ്പെട്ട ലിങ്ക് റോഡാണിത്. ML റോഡും TB റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡാണ്. പിന്നെ റോഡ് ടാർ ചെയ്യാമെങ്കിൽ ഇതിൽ കൂടുതൽ വാഹനങ്ങൾ ഇതിലെ യാത്ര ചെയ്യും. കുറേ വർഷങ്ങൾ 5-8 വർഷത്തോളം ഇതിൽ പിന്നെ ബസ് ഓടിക്കൊണ്ടിരുന്നതാണ്. പിന്നെ തെക്കോട്ട് പോകുന്ന വാഹനങ്ങൾ, കോട്ടയത്ത് നിന്ന് തെക്കോട്ട് പോകുന്ന വാഹനങ്ങൾ, പ്രൈവറ്റ് ബസ്സും മറ്റു വാഹനങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എത്രയും പെട്ടെന്ന് റോഡ് ടാർ ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു.